സുധി തന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ട് എന്ന കാര്യം അർച്ചന അമ്പിളിയോട് പറയുന്നു. ചേച്ചി ഈ വിവരം അച്ഛനോട് പറയണം. സുധിയുടെ കുഞ്ഞ് തന്റെ വയറ്റിൽ വളരുന്നു എന്ന സത്യം ഉറപ്പിക്കുന്ന അർച്ചന. പെരുമ്പടപ്പ് വീട്ടിൽ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. സുധിയുടെ വിവാഹത്തലേന്ന് അർച്ചന സുധിയെ വിളിക്കുന്നു. സുധിയുടെ ഫോണിൽ വരുന്ന അർച്ചനയുടെ കോൾ ശബരി എടുക്കുന്നു. അർച്ചന സുധിയിൽ നിന്ന് ഗർഭിണിയാണെന്നറിയുന്ന ശബരി നാളെ സുധിയെയും കൂട്ടി റോസ് മലയിലെത്താമെന്ന് പറയുന്നു. അർച്ചന വീണ്ടും വിളിക്കാതിരിക്കാൻ സുധിയുടെ സിം കാർഡ് നശിപ്പിക്കുന്ന ശബരി. അർച്ചന ഗർഭിണിയാണെന്നറിഞ്ഞ വിശ്വനാഥൻ ഈ വിവരം ജയന്തി അറിയരുതെന്ന് ആവശ്യപ്പെടുന്നു. സുധിയുടെ വിവാഹം നടക്കുന്നതറിയാതെ അർച്ചന സുധിയെ കാത്തിരിക്കുന്നു. രാത്രി മഴ തുടരുന്നു. എനിക്കൊരു സമാധാനമില്ല മോളെ. മണി 12 കഴിഞ്ഞു, ഇതുവരെ അവര് വന്നില്ലല്ലോ. ശബരി ചതിച്ചതാവൂ ചേച്ചി. സുധി സാറിനോട് പറയാതിരുന്നാ പോരെ? ശബരി അങ്ങനെ ചെയ്യില്ലെന്ന് തന്നെ എന്റെ വിശ്വാസം. എങ്കിൽ അവരെത്തേണ്ട സമയം കഴിഞ്ഞില്ലേ? മൂന്നാറിൽ നിന്ന് മടങ്ങുന്ന വഴിന്നാ ശബരി പറഞ്ഞത്. രാത്രി ഞാൻ വിളിച്ചപ്പോ 12 മണിയായി കാണില്ലേ? അവരവിടെ നിന്ന് പുറപ്പെട്ടതേ ഉള്ളൂവെങ്കിൽ ഇവിടെ എത്താൻ വൈകില്ലേ? എങ്കിൽ വൈകും. ആര്യങ്കാവിലെത്തിയാലും അത്ര പെട്ടെന്നൊന്നും ഇവിടേക്ക് വരാൻ കഴിയില്ലല്ലോ. അവരെവിടം വരെ എത്തിയെന്നറിയാൻ ഒരു വഴിയുമില്ല. അമ്മ അയൽപക്കത്ത് കല്യാണം വിളിക്കാൻ പോയിട്ടുണ്ട്. രേവതി വന്നിട്ട് മുറിയിലിരുന്ന് തയ്ക്ക്. ഞാൻ അടുക്കളയിൽ ചെന്ന് ഫോൺ വെച്ചിരിക്കുന്ന എവിടെയെന്ന് നോക്കാം. ഫോൺ കിട്ടി. അടുക്കളയിലെ കബോർഡിൽ നിന്ന് കണ്ടുപിടിച്ചതാ. ചാർജ് കുറവാ. ചേച്ചി വേഗം വിളിക്കും. കിട്ടുന്നില്ലേ? സ്വിച്ച് ഓഫ്. ഒന്നുകൂടെ വിളിക്ക്. ഞായറാഴ്ച ആയതുകൊണ്ട് ബാങ്കിൽ വിളിച്ചിട്ടും കാര്യമില്ല. ശബരി ആ വിവരം സുധി സാറിനോട് പറഞ്ഞെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുമെന്ന് ചേച്ചി കരുതുന്നുണ്ട്. റേഞ്ച് കിട്ടാത്തതായിക്കൂടെ? എനിക്കങ്ങനെ വിശ്വസിക്കാൻ തോന്നുന്നില്ല. മോൾ എന്താ പറഞ്ഞു വരുന്നത്? അയാൾ അത് സുധി സാറിനോട് പറഞ്ഞിട്ടുണ്ടാവില്ല. സുധിയുടെ ജീവിതം നാശത്തിന്റെ വക്കില്. അത് ശബരിക്കറിയാം. സുധി നശിച്ചു കാണാൻ ശബരി ആഗ്രഹിക്കില്ല മോളെ. അവര് യാത്രയിലാവും. മോള് ഫോൺ തിരിച്ചുകൊണ്ട് വെക്കേ.
എന്റെ മോള് നന്നായി വരും. ചെല്ലുമോളെ. വണ്ടിയിൽ കയറുമോളെ. മോള് ചെല്ല, ഞങ്ങൾ പിന്നാലെ വരാം. ചെല്ല. സുധി, വാ കയറി. അങ്കിളെ, നീ കയറിയോ? ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല. സുധി സാർ വരില്ല. അറിയാതെ സാർ എങ്ങനെ വരാനാ? അയാള് സാറിനോട് പറഞ്ഞിട്ടുണ്ടാവില്ല. ചേച്ചിയെ സുധി സാറിനെ ചതിച്ചത് അയാള്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇനിയും ചേച്ചിക്ക് മനസ്സിലായില്ലെന്ന് വെച്ചാ കഷ്ടോ. ഇപ്പൊ 2:30 മണി കഴിഞ്ഞു. ഇനി എപ്പ വരാനാ? ചേച്ചിക്ക് ഇപ്പോഴും ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് അറിയാം. സുധി വരും. ശബരിക്ക് സുധിയോട് പറയാതിരിക്കാനാവില്ല. ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ള സത്യം വരെ ശബരി അറിഞ്ഞില്ലേ? അത് പറയേണ്ടിയിരുന്നില്ലെന്നാ എനിക്കിപ്പോ തോന്നുന്നു. മൂന്നാറിൽ നിന്ന് രാത്രി കാറിൽ അവര് പുറപ്പെട്ടത്. വഴിക്ക് എന്തേലും സംഭവിച്ചോന്ന് നമുക്കറിയില്ലല്ലോ. ഒന്നും അറിയാതെ നമ്മൾ ഓരോന്ന് ഊഹിക്കാൻ പാടില്ല മോളെ. കല്യാണത്തിന് ഇനി 2 ദിവസം കൂടിയില്ലേ? സുധി സാറിന്റെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫാ. ഇടയ്ക്ക് ചേച്ചിയോട് പറയാതെ അടുക്കളയിൽ ചെന്ന് ആ നമ്പറിലേക്ക് ഞാൻ വിളിച്ചു. ഒരു പ്രതികരണവും ഇല്ല ചേച്ചി. അല്ല, ഫോണിന്റെ ചാർജ് പോയതായിക്കൂടെ? എങ്കിൽ കാറി വെച്ച് ചാർജ് ചെയ്യാലോ. അത് ഓർമ്മിക്കാതിരുന്നാ പോരെ? അച്ചുവേച്ചി വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ. എന്തോ വലിയ ചതി നടന്നിട്ടുണ്ട്. അച്ചുവേച്ചി വിളിച്ച കാര്യം ശബരി രാവിലെ സുധി സാറിനോട് പറയില്ലേ? അല്ലെങ്കിൽ തന്നെ സുധി സാർ ഫോൺ എടുത്ത് നോക്കാതിരിക്കില്ല. നീ പറഞ്ഞു വരുന്ന എന്താ? ശബരി ഈ വിവരം സുധി സാറിനോട് പറഞ്ഞിട്ടില്ല. ഈ നിമിഷം വരെയും അച്ചുവേച്ചി എവിടെയാണെന്നോ അച്ചുവേച്ചിക്ക് എന്ത് പറ്റിയെന്നോ സുധി സാറിന് അറിയില്ല. അയാൾ അച്ചുവേച്ചിയോട് പറഞ്ഞതൊക്കെ നുണക്കഥകളാ. അവര് മൂന്നാറിലൊന്നും ആയിരിക്കില്ല. ഒരുപക്ഷെ സുധി സാർ അയാളുടെ കൂടെ ബോധം കെട്ട് കിടന്നിട്ടുണ്ടാവും. അങ്ങനെ കരുതാനേ കഴിയും. സുധി സാർ അച്ചുവേച്ചിയെ ചതിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ആ പാവം ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. നാളെ ഞാൻ അരിങ്കാവിൽ പോകുമ്പോ ബൂത്തിൽ കയറി സുധി സാറിനെ വിളിക്കാം. കിട്ടിയില്ലെങ്കിൽ ബാങ്കിലേക്ക് വിളിക്കാം. ഇനി നമ്മുടെ മുന്നിൽ നാളെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. എനിക്കൊന്നും അറിയില്ല മോളെ. എന്റെ ജീവിതം കൈവിട്ട് പോകുന്ന പോലെ തോന്നുന്നു. ഈശ്വര, എന്റെ കുഞ്ഞ്. വലതുകാലം വെച്ച് കയറുമോളെ.
വാ മോളെ, വിളക്ക് പൂജാമുറി വെച്ച് തൊഴണം. മോള് വാ, മുറി കാണിച്ചു തരാം. നമുക്ക് പുറത്തോട്ട് നിൽക്കാം. ഇതാണ് നിങ്ങളുടെ റൂം. അവൻ ആരോട് സംസാരിച്ച് നിൽക്കുക. മോള് കുറച്ച് ആഭരണങ്ങളൊക്കെ അഴിച്ചു വെച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് വാ. വരാം അമ്മേ. ആ നിരഞ്ജനയുടെ ബാക്കി ഓർണമെന്റ്സാ. ആ ഇതെടുത്ത് അലമാരിയിൽ വെക്കേ. മോക്കുള്ള ഡ്രസ്സൊക്കെ അലമാരിയിലുണ്ട്. ശരി. ആ ഞങ്ങൾ താഴേക്ക് ചെല്ലട്ടെ. ഇവിടെ തനിയെ ഇരുന്നേക്കരുത്, അങ്ങോട്ട് വരണം. വരാം ആൻറ്റി. ഒടുവിൽ നിരഞ്ജന ഒരു ഭാര്യയായി. ദാനം കിട്ടിയ ജീവിതം. സ്നേഹമുള്ള മുഖങ്ങളൊക്കെ ദുർമുഖങ്ങളാകാതിരുന്നാ മതി. അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു. കുടുംബമഹിമയുള്ള കുടുംബത്തിൽ നിന്നൊരു പെണ്ണ് പെരുമ്പടപ്പ് തറവാട്ടിൽ വലതുകാല് വെച്ച് വന്ന് കയറി. അതിലെന്താ സംശയം? അങ്കിളിന് അഭിമാനിക്കാം. ഒരു അച്ഛൻ്റെ കടമ അങ്കിള് നിറവേറ്റിയില്ലേ? കടമ നിറവേറ്റി, ഒരേകാധിപതിയെപ്പോലെ. ഇനി ഒന്നുകൂടിയുണ്ട്. ഇനി എന്താ ഉള്ളത്? പെരുമ്പടപ്പ് കുടുംബത്തിനൊരു അനന്തരാവകാശി. അച്ഛൻ ജയിച്ചു എന്ന് പറയാൻ ആ സ്വപ്നം കൂടി സഫലമാവണം. നിന്റെ മനസ്സിൽ ഇപ്പോഴും പകയാണല്ലേ? സുധിക്കൊരു മാനസാന്തരം ഉണ്ടായെന്നാണോ എല്ലാവരും കരുതിയത്? ഒരു പെണ്ണിനെ ചതിച്ച് എനിക്ക് എന്ത് മാനസാന്തരം ഉണ്ടാവാനാ പോകുന്നത്? ഒരു വിവാഹം കൊണ്ട് എല്ലാത്തിനും പരിഹാരമായി എന്ന് കരുതുന്നവർ അറിയണം, ഒന്നിനും പരിഹാരമായിട്ടില്ലെന്ന്. എടാ സുധി, നിന്ന് പതുക്കെ പറ. അപ്പുറത്തൊക്കെ ആൾക്കാരുണ്ട്. നീ താലി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ മുകളിലത്തെ മുറിയിരിക്കുന്നത്. ഇനിയും പഴയ കാര്യങ്ങളോർത്ത് പകയോടെ സംസാരിക്കാൻ നാണമില്ലടാ നിനക്ക്. നിന്റെ സമ്മതത്തോടെ വിവാഹം നടന്നത്. ആരും നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതല്ല. ഒരു നിരപരാധിയായ പെണ്ണിനെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ട് മറ്റുള്ളവരോട് വെല്ലുവിളിക്കുന്നോ? ലജ്ജ തോന്നുന്നില്ലടാ നിനക്ക്? ഇനി ഒരു കാര്യത്തിനും നീ എന്നെ പ്രതീക്ഷിക്കണ്ട. ഒരു ഭർത്താവാണെന്ന ബോധമാ നിനക്കിപ്പോൾ വേണ്ടത്. നീ റൂമിലേക്ക് ചെല്ലടാ. ഇതാ നിന്റെ ഫോൺ. സുധി എവിടെയെന്ന് ഞാനിപ്പോൾ ഓർത്തതേ ഉള്ളൂ. ചില ഫ്രണ്ട്സൊക്കെ താഴെ ഉണ്ടായിരുന്നു. പിന്നെ തനിക്ക് റൂമൊക്കെ ഇഷ്ടമായോ? എനിക്ക് മാത്രമായിട്ട് അങ്ങനെ ഇഷ്ടങ്ങളൊന്നുമില്ല. ഇത് സുധി ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന റൂമല്ലേ, അപ്പോൾ എനിക്കും ഇഷ്ടാവുമല്ലോ. ഞാനൊരു സാധാരണ പെണ്ണാ സുധി. ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി ജീവിക്കാനാണ് എനിക്കിഷ്ടം. പിന്നെ അമ്മയുടെ സ്നേഹവും വാത്സല്യവും ഒക്കെ കാണുമ്പോൾ എനിക്കുള്ളിൽ ചെറിയ പേടിയുണ്ട്. എല്ലാത്തിനും സുധി കൂടേണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ. നിരഞ്ജനയുടെ ആ വിശ്വാസത്തിൽ ഒരു മാറ്റവും വരില്ല.
എന്റെ സ്തുതി ഫ്രഷ് ആവ്. ഞാൻ താഴേക്കൊന്ന് ചെല്ലട്ടെ. ശരി. അവൾക്ക് ഇനിയും അറിയില്ല സുധി മനസ്സിൽ കാണുന്നത് എന്താണെന്ന്. അച്ചുവേച്ചി, ചിറ്റപ്പൻ വന്നോ? ഇല്ല. എന്താ അച്ചുവേച്ചി? ചിറ്റപ്പന്റെ ഫോണിലേക്ക് സുധിയുടെ വിളി വന്നോന്ന് അറിയില്ല. അങ്ങനെ ഒരു വിളി വന്നെങ്കിൽ അച്ഛൻ എപ്പോ എത്തിയെന്ന് ചോദിച്ചാ മതി. നീ പറഞ്ഞതുപോലെ ശബരി ചതിച്ചതാണെങ്കിൽ ഇനി എന്തൊക്കെയാ സംഭവിക്കാന്ന് അറിയില്ല മോളെ. ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ള സത്യം ശബരി അറിഞ്ഞു കഴിഞ്ഞു. ശബരി അത് സുധിയുടെ വീട്ടുകാരെ അറിയിക്കില്ലേ? സുധിയുടെ അച്ഛൻ അറിഞ്ഞ പിന്നെ എന്ത് ചെയ്യുമെന്ന് ഓർക്കാനുള്ള ശക്തി പോലും എനിക്കില്ല. ചിറ്റപ്പൻ ആ നിമിഷം വിവരം അറിയും. എന്റെ കുഞ്ഞിനെ കൊന്നുകളയാൻ അവര് ചിറ്റപ്പനോട് പറയും. പ്രഗ്നന്റ് ആണെന്ന കാര്യം അച്ചുവേച്ചി പറയാൻ പാടില്ലായിരുന്നു. അത് സുധി സാർ മാത്രം അറിയേണ്ട കാര്യമായിരുന്നു. ആ സന്ദർഭത്തിൽ എങ്ങനെ ഞാനത് പറയാതിരിക്കും മോളെ? ഇനി ഒരിക്കൽ കൂടി വിളിക്കാനുള്ള സാഹചര്യം ഉണ്ടാവില്ലെന്നറിഞ്ഞു പറഞ്ഞു പോയത്. എനിക്ക് രക്ഷപ്പെടാനല്ല, എന്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താനാണ് ഞാനത് പറഞ്ഞു പോയത്. ഞാനൊരു കാര്യം ചോദിച്ചാൽ അച്ചുവേച്ചിക്ക് വിഷമം തോന്നരുത്. എന്താ മോളെ? സുധി സാർ എല്ലാം അറിഞ്ഞെങ്കിലോ? നീ എന്താ പറഞ്ഞു വരുന്നേ? സുധി എന്നെ മറന്നു? മറന്നുപോയെന്നല്ല, അന്ന് അച്ചുവേച്ചിയോട് കാണിച്ച ഇഷ്ടവും ആവേശവും ഇപ്പൊ സുധി സാറിനില്ലെങ്കിലോ? നീ പറയുന്ന എന്തും ഞാൻ വിശ്വസിക്കാം. പക്ഷേ സുധി എന്നെ കൈവിടുമെന്ന് പറഞ്ഞ അത് മാത്രം ഞാൻ വിശ്വസിക്കില്ല. തമ്മിൽ പിരിഞ്ഞിട്ട് 1.5 മാസം മാത്രമേ ആവുന്നുള്ളൂ. എനിക്ക് വേണ്ടി എത്ര കാലം വേണമെങ്കിലും സുധി കാത്തിരിക്കുമെന്ന് എനിക്കറിയാം. സുധിയിൽ നിന്ന് ഞാൻ അകന്നു പോവാതിരിക്കാന് ഒരു താലിച്ചരട് എന്റെ കഴുത്തിൽ കെട്ടിയത്. എന്റെ വയറ്റിൽ സുധിയുടെ കുഞ്ഞ് വളരുന്നുണ്ടെന്നറിഞ്ഞ സുധി ആ നിമിഷം ഓടിയെത്തും മോളെ. പക്ഷേ ശബരി അത് പറഞ്ഞില്ലെങ്കിലോ? അയാളുടെ അടുത്ത നീക്കം സുധി സാറിന്റെ അച്ഛനെ വിവരം അറിയിക്കുകയായിരിക്കും. ഇതുവരെ അവിടുന്ന് അച്ഛനൊരു വിളി വന്നിട്ടുമില്ല. അപ്പോ ചേച്ചിയുടെ കല്യാണം നടക്കാൻ പോകുന്നതറിഞ്ഞ് ശബരി കണ്ണടച്ചു കളഞ്ഞതായിക്കൂടെ? അച്ചുവേച്ചി വിവാഹം കഴിക്കാതെ നിന്നാ മാത്രമേ കുഞ്ഞിന്റെ കാര്യത്തിൽ അവർക്കൊരു ബാധ്യതയുള്ളൂ. കല്യാണം കഴിയുന്നതോടെ അച്ചുവേച്ചി അവർക്കൊരു ഭാരം അല്ലാതാവും. അത് തന്നെ ശബരി മനസ്സിൽ കാണുന്നത്. അയാൾ ഈ വിവരം സുധി സാറിന്റെ അച്ഛനെ അറിയിച്ചിട്ടുണ്ടാവില്ല. ഊണ് കഴിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ട് പോയ ആളാ. നേരെ ഇത്രയായി, എവിടെ പോയെന്ന് ഒരു വിവരവും ഇല്ല. വിളിച്ചു ചോദിക്കാന്ന് വെച്ചാ ഫോൺ പിടിച്ചു വാങ്ങി പൂട്ടി വെച്ചിരിക്കല്ലേ? അതിന്റെ ചാർജ് തീർന്നു കാണും. അമ്മ അതിങ്ങ് എടുത്തതാ. ഈ കല്യാണം ഒന്ന് കഴിയട്ടെ, എന്നിട്ട് ഫോണൊക്കെ തരാം. അച്ഛൻ എവിടെ പോയെന്ന് അമ്മയ്ക്ക് അറിയണ്ടേ? എന്നെ അച്ഛൻ വിളിച്ചിട്ടുണ്ടാവും. ഇങ്ങോട്ട് വരുമ്പോ വായിന്ന് കേക്കാം. എന്റെ ഫോൺ പിടിച്ചു വാങ്ങി വെച്ചിട്ട് അമ്മയ്ക്കുള്ള നേട്ടം എന്താ? നിനക്ക് സൂക്ഷിച്ചു വെക്കാൻ അറിയാത്തോണ്ടല്ലേ അമ്പിളി അതെടുത്തോണ്ട് പോയത്. ഇനി ഞാൻ സൂക്ഷിച്ചോളാം. എന്തായാലും ഇപ്പൊ ഫോൺ തരുന്ന പ്രശ്നമില്ല. അച്ഛനെ ഒന്ന് വിളിക്കാനെങ്കിലും അമ്മ ഇതെടുത്തതാ. വിളിച്ചിട്ട് ഫോണിങ്ങിതാ. ചാർജ് തീരാറായി. ഇതാരുടെ നമ്പറാ? എനിക്കെങ്ങനെ അറിയാനാ? അമ്മ ആരെങ്കിലും വിളിച്ചോ? ഞാൻ ആരെയും വിളിച്ചിട്ടില്ല. ഇന്ന് 6 തവണ ഈ ഫോണിൽ നിന്ന് ഈ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ട്. ആദ്യം വിളിച്ചത് 12:30. അതാരാ വിളിച്ചത്? എനിക്കെങ്ങനെ അറിയാം?
വിളിച്ചതാരാണെന്ന് അമ്മ പറയണം. ഇന്നലെ എന്റെ കയ്യിൽ നീ ഫോൺ പിടിച്ചു വാങ്ങിയത് അമ്മയാ. അതിനുശേഷം ഞാൻ ഈ ഫോൺ കാണുന്നത് ഇപ്പോഴാ. എടി അമ്പിളി, വാടിയുടെ ചതിച്ചല്ലോ ദൈവമേ. ആരെയാ വിളിച്ചിരിക്കുന്നത്? എന്താ അമ്മ? വായുടെ സത്യം പറയണം. ഞാൻ ഒളിപ്പിച്ചു വെച്ച ഫോൺ നീ എടുത്തോ? പറയടി, നീ ഫോൺ എടുത്തോന്ന്? ഞാനെങ്ങനെ എടുക്കാനാ? അമ്മ ഒളിപ്പിച്ചു വെച്ചതല്ലേ. കൊള്ളം പറയുന്നോടി. ഈ ഫോണിൽ നിന്ന് 6 തവണ അടുപ്പിച്ച് ആരെയോ വിളിച്ചിട്ടുണ്ട്. നീയാണോടി വിളിച്ചേ? അതോ നീ ഫോൺ എടുത്ത് ഇവക്ക് കൊടുത്തോ? പറയാൻ. അറിയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയാനാ? അവള് പറയില്ല. 2 കളികളാ. അവനെ തന്നെ ഇവള് വിളിച്ചത്. എന്റെ ദൈവമേ, വിളിച്ചറിയിച്ചോടി നീ. കുഞ്ഞമ്മേ, അച്ചുവേച്ചി ഒന്നും മിണ്ടാതിരിക്കും. നമ്മൾ അറിയാത്ത കാര്യത്തിന് മറുപടി പറയുന്നത് എന്തിനാ? ഡേ, വിളിക്കടി ആ നമ്പറിലേക്ക്. അതാരാന്ന് എനിക്കറിയണം. ഞങ്ങളെ കുറ്റപ്പെടുത്താതെ ആരാന്ന് വിളിച്ച് ചോദിക്കും. അപ്പൊ അറിയാലോ. എന്താടി? കോള് പോകുന്നില്ല. ഈ നമ്പർ നിലവിലില്ലാന്നാ തോന്നുന്നു. നീ അവനെ തന്നെയല്ലേടി വിളിച്ചത്? എന്നിട്ട് കിട്ടിയില്ലല്ലേ? അവനെ നമ്പർ മാറ്റി. ഇങ്ങോട്ട് താ ഫോൺ. അമ്മ അതിൽ ചാർജ് ഇല്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പേടിച്ചിട്ടാ ഞാനത് വാങ്ങി വെച്ചത്. ഞാനൊന്ന് പുറത്തോട്ടിറങ്ങി നേരം നോക്കി അത് മോട്ടിച്ചു. നിന്നെയൊക്കെ ഞാൻ എങ്ങനെ വിശ്വസിക്കോടി? എനിക്കൊരു ഉറപ്പുമില്ല ദൈവമേ ഈ കല്യാണം നടക്കുമെന്ന്. നീ ഇത് അച്ഛനോട് പറയല്ലേ രേവതി? അച്ഛനോട് ഞാൻ പറയുവടി. നിന്റെ കൈയും കാലും തല്ലി ഒടിച്ചൊരു മൂലക്കിടാതെ ഈ കല്യാണം നടത്താൻ പറ്റില്ലെന്ന് എനിക്കറിയാം.